ഫ്രണ്ട്സ്, രാവിലെ ഉറക്കപ്പിച്ചിൽ എണീച്ച് വരുമ്പോഴത്തേക്കിനും ഒരാൾ ഇവിടെ നിന്ന് പെയിൻ്റ് അടിക്കുക. അതേ കണ്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ കുറേ മീനിൻ്റെ ടാങ്ക് അടുക്കി വെച്ചിട്ടുണ്ട്. ഗപ്പി ടാങ്ക്, ഗോൾഡ് ഫിഷ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതെല്ലാം കൂടെ നിരത്തി വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മൊത്തം ഈ മീൻ ടാങ്കിൻ്റെയും അതിനകത്ത് നമ്മൾ കുറച്ച് പുതിയ മീനൊക്കെ മേടിക്കാൻ പോകുന്നുണ്ട്. അതെ അതെ, പുതിയ പുതിയ വെറൈറ്റീസ്. അത്യാവശ്യം കഴിക്കില്ലെങ്കിൽ വൃത്തിയായിരിക്കും. ഫ്രണ്ട്സ്, ഇത് ഓയിലിൻ്റെ കന്നാസാണ്. ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലാണ് നമ്മൾ മീനെ വെക്കുന്നത്. പറഞ്ഞാൽ അക്വേറിയം പോലെ ട്രാൻസ്പെയറൻ്റ് അല്ല. ഇതൊന്ന് കഴുകിയിടുക, കാണാനൊരു മെനക്ക്. ഇത് കുറച്ചാൾ മണ്ണി വരുന്ന അത് കാണാം. അല്ല ഞാനിവിടെ നിന്ന് വീക്ഷണം മാത്രമേ ഉള്ളൂ. വിനീഷേനാ ഫുള്ള് വർക്കർ കേട്ടോ. രണ്ട് മാത്രം കഴിയും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് മാറ്റി വെക്കുക. കുറച്ച് വെള്ളം അതിൽ പോയി കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇനിയും വേണം നമുക്ക് മീൻ മേടിക്കാൻ പോകാനായിട്ട്. ഫ്രണ്ട്സ്, രാവിലെ സ്റ്റാൻഡ് എല്ലാം ഇന്നലെ അടിച്ച് വെച്ചിരുന്നതാണ്. അതെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിപ്പം ഞങ്ങൾ ഇതിലോട്ട് മീനെ മാറ്റാനായിട്ട് ഇതിനകത്ത് അഴുക്ക് വലിച്ച് കളയുക. അപ്പം അതിൽ കുറച്ച് അഴുക്ക് നാൾ മീൻ കിടന്നതിൻ്റെ പൊടിയും ഇല്ലേ, മരത്തിൽ നിന്ന് വീണ പൊടി എല്ലാം ഉണ്ടില്ലേ. അപ്പോൾ അതിലെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ലെവലും കുറച്ചിട്ട് വേണം നമുക്ക് മീനെ അടുത്ത ഇതിനകത്തോട്ടാക്കാനായിട്ട്. രാവിലെ നമ്മുടെ ഈ ടാങ്കുകളെല്ലാം ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മുടെ പുതിയ സ്റ്റാൻഡ് വെക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ആദ്യം ഇതിനകത്തെ എല്ലാം വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം, എങ്കിലേ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനകത്തെല്ലാം മീനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആകെ 2 വെറൈറ്റി ഉള്ളൂ. ഒന്ന് പ്ലാറ്റിനം ചില്ലി റെഡും, ഒന്ന് മിക്സഡ് ഗപ്പി, പിന്നെ ഒരു ഗോൾഡ് ഫിഷും. ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ആകെ. പക്ഷേ ടാങ്ക് നിരന്നം കിടക്കുക. അപ്പോൾ നമുക്കിത് വെള്ളം കുറയ്ക്കാം, എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് താഴോട്ട് ഇറക്കാം, എന്നിട്ട് ബാക്കി നോക്കാം ഓരോന്നോരോന്നായിട്ട്. ശരി. അതിൽ ചിലന്നുണ്ട്. അത് കൈയുടെ അടുത്ത് വരുന്നത് പെട്ടെന്ന് കൈ മാറ്റിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഇതിനകത്തെ വെള്ളം മുമ്പേ ഞാൻ കാണിച്ചില്ലേ, അതിനകത്തെ വേസ്റ്റ് എല്ലാം വലിച്ചു കളഞ്ഞിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. ഇത് എടുത്ത് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ പൊട്ടിപ്പോവും. അപ്പം നമ്മൾ ഇപ്പോൾ 3 അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് മാറ്റാം. ഇതിനകത്ത് കുറച്ച് മീനേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 2 പേർ കൂടെ ഉള്ള പണിയുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം കൂടെ എടുത്ത് മാറ്റി എന്നിട്ട് ഞാൻ കാണാം. ഇതൊരു 3-4-5 മാസം കൂടി ഇരുന്നെങ്കിൽ വേണം എല്ലാം കൂടെ ഇടിഞ്ഞു പറഞ്ഞ് താഴെ പോയനായിരുന്നു. ആ രീതിയിൽ ആ പലക മൊത്തം നശിച്ചു. ഇതിച്ചിരി കട്ടിയുള്ള മഹാഗണിയുടെ കമ്പം കണ്ട വെച്ച് അത് വലിയ കുഴപ്പം വന്നിട്ടില്ല. അതിൽ കൂടുതൽ വെള്ളം വീണ ലക്ഷണമില്ല. കാരണം അത് 2 ഇതായതുകൊണ്ട്, അത് പലക ആയതുകൊണ്ടാണ് മൊത്തം വെള്ളം പിടിച്ച് നശിച്ചു പോയത്. ഗോൾഡ് ഫിഷിനൊക്കെ ഒന്ന് മുങ്ങാനുള്ള വെള്ളമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി. കൂടുതൽ പണിയെടുക്കുന്ന വിനീഷേട്ടൻ തന്നെ. ഞാൻ ഇടയ്ക്ക് ക്യാമറ കൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പലകയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഇരുന്നിട്ട് ഇതിപ്പോൾ എത്ര വർഷമായി ഇതിലിരിക്കാൻ ആണല്ലേ. എല്ലാം ദ്രവിച്ചൊരു പരിവായി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കമ്പി അവിടെ നിന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ഇതിനകത്തൊരു മുട്ടൻ പഴുതാരയൊക്കെ കയറിയിട്ടുണ്ട്. പഴുതാര അല്ല തന്നെ കാണുമ്പോഴേ നമുക്ക് നോക്കാം. പഴുതാര കാണുവാണെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഓടിഞ്ഞു പോയി. ആ പലകയുടെ അവസ്ഥ കണ്ടോ? അയ്യോ, അങ്ങേ അറ്റമായിപ്പോയി. താഴെ കുഴിയിലോട്ട് കേട്ടോ. ഓ, പഴുതാര എൻ്റെ വലിപ്പം മുട്ട സാധനം ആ പൊളിഞ്ഞു പോയി കേട്ടോ.
കൊല്ലങ്ങ് വേണ്ട, കൊല്ലാൻ പാടില്ല. നമ്മൾ ഇതെല്ലാം പ്രകൃതിയുടെ ജീവികളാണ്. കടി കിട്ടുമ്പോൾ അത് മാറും. മീനിന്റെ തലയില് മീനിനെ അടിക്കാൻ ഏത് കമ്പ് വേണം? മീന് പുറകെ തള്ളല്ലേ, മാറിയേക്ക്. മീനും ഇപ്പൊ ഒരു ചവിട്ട് കൊടുക്കാമെങ്കിൽ പാമ്പർ കുഴി വീഴും. ഗോൾഡ് ഫിഷ് എന്താ കണ്ടെന്ന് നോക്കട്ടെ. ഈ മരം വെട്ടണോ വേണ്ടേ? നമുക്ക് കമ്പി വിളച്ചാലോ? ഈ അത് വെട്ടണം. കട്ടിയിലെ കാര്യം നടക്കും. അയ്യോ, മരത്തിന് നോവും. നല്ലൊരു തടിയായിരുന്നു. താഴോട്ട് തന്നെ പോട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് സ്റ്റാൻഡ് എടുത്ത് കല്ലിൽ അനങ്ങാത്ത രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് അടുത്തത്. അവിടെ മരത്തിൻ്റെ ഇത് കാരണം അതങ്ങോട്ട് എഡ്ജിലോട്ട് ചേർത്ത് വെച്ചേക്കും. അപ്പം മരത്തിൻ്റെ ആ ഒരു ചില്ലം കൂടെ വെട്ടണം. അതും കൂടെ കഴിഞ്ഞു. പിന്നെ ടാങ്കിൽ മീനെ വെച്ചിട്ട് നമുക്കിടാം. സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കട്ടയെല്ലാം ഇട്ട് അതിനെ മുകളിൽ സ്റ്റാൻഡ് വെച്ച് ഇനി അതിന് മുകളിൽ ടാങ്ക് കൂടെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് വെള്ളം വലിച്ച് കളയുക. ഇങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട. അത്യാവശ്യം നേരെ നിന്ന് തന്നെ നമുക്കിനി വെള്ളം വലിച്ച് കളയാൻ പറ്റും, മീനെ നോക്കാൻ പറ്റും. ഫ്രണ്ട്സ്, ഈ പെട്ടിയിലോട്ടാണ് നമ്മൾ ഇത് ക്യാൻ മുറിച്ചത്. ഈ മീനെയൊക്കെ എടുത്ത് നമ്മൾ ഇതിനകത്താക്കിയിട്ടാണ് ഇനി ഇതിനെ മേളി വെക്കുന്നത്. ഉണ്ടാക്കിയപ്പോൾ തന്നെ പലരും പറഞ്ഞു ഇത് വെള്ളം നിറയ്ക്കുമ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞ് പോകുന്നു. അത് പോകാതിരിക്കാനാണ് നമ്മൾ ഫസ്റ്റ് മീൻപെട്ടി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് മീൻപെട്ടിയോട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇനി വെള്ളം നിറഞ്ഞാൽ ഇവൻ എങ്ങോട്ട് പോകത്തില്ല. എന്നാൽ പോലും നമ്മളൊരു ചെറിയ പീസ് ടൈൽസിൻ്റെ പീസ് ഇതിനടിയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ സ്റ്റാൻഡിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും ആ ബാരലിൽ കട്ട് ചെയ്തതും അതിൻ്റെ അറ്റത്ത് ഇത് രണ്ടും അറ്റത്ത് വെച്ചിരിക്കുന്നത് ഇത് റോൾ ചെയ്ത് പോയായിരിക്കും. അറ്റത്ത് രണ്ടറ്റത്തും മറ്റേ മീനിൻ്റെ പെട്ടി വെച്ചേക്കുന്നത്, മറ്റേ ഈ സ്ക്വയർ ടൈപ്പ്. അത് ഇത് മൂവ് ആകത്തില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഒന്നും മൂവ് ആകത്തില്ല. പിന്നെ അതുകൂടെ എക്സ്ട്രാ അതിൻ്റെ ഇടയിൽ മൂവ് ആയിരിക്കാൻ ടൈൽസ് വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലെങ്കിലും അത് വെച്ചിട്ടുണ്ട്. എന്നതാ ഇവിടെ മീൻ പെട്ടി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ ഒരു ടാങ്ക്. ഇത് മാറ്റിയിട്ടില്ല, കാരണം അതും കൂടെ ചേർത്തിട്ട് സ്റ്റാൻഡിൻ്റെ സ്ഥലമുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൽ വെള്ളം നിറച്ചിട്ട് മീനെ എല്ലാം പിടിച്ചിടണം. ഫ്രണ്ട്സ്, ഇപ്പം ദേ നല്ല മഴ ചാറുന്നുണ്ട് ഇവിടെ. അപ്പോൾ ദാ ഞങ്ങൾ ഇതിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. ഇതിലും ആദ്യത്തെ ചിലതിലൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഫുൾ വെള്ളം നിറച്ചു. ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങളിതാ ഇവിടെ ഇരിക്കുന്ന പെട്ടിക്കകത്തുനിന്ന് മീനെ കുറേശ്ശെ പറക്കി അതിനകത്തിടാൻ പോവാം. നമ്മൾ കുറച്ച് ചില്ലി റെഡിനെ, ഇതിൽ കുറച്ച് പ്ലാറ്റിനം ചില്ലി റെഡാണ്, ബാക്കി കുറച്ച് നോർമലുമാണ്. നമ്മുടെ ഫുഡിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഫുള്ളത് പ്ലാറ്റിനം ആകാഞ്ഞത്. ഇതിൽ നമ്മളതിൻ്റെ പേരൻസിൻ്റെ ഇത് തൊട്ടടുത്തുള്ള ഇതിലാണ് അതിൻ്റെ കുഞ്ഞുങ്ങളുള്ള. ഇത് ചെറുത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാ അതിൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നേരിട്ട് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ഇതിലോട്ട് മാറ്റാൻ വേണ്ടി അടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി മീനെ കൂടെ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ നമ്മുടെ എല്ലാ ടാങ്കിലും പ്ലാറ്റിനം ചില്ലി റെഡിൻ്റെ ബ്രൂട്ട് സ്റ്റോക്കിനെ നമ്മൾ ഇതിനകത്ത് ഇറക്കി വിട്ടു. മൊത്തം 4 ടാങ്കിലായിട്ട് കിടന്ന നമ്മുടെ പേരുകളാണ്. എല്ലാം കൂടെ 25 പേരെ കൂടുതൽ കാണും. നമ്മളിത് ഇപ്പം മഴ ചെറുതായിട്ടൊക്കെ ചാറുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒത്തിരി നേരം പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല, കാരണം ക്യാമറ നനഞ്ഞു കഴിഞ്ഞാൽ പണിയാകും. അപ്പോൾ ദാ നമ്മൾ പായൽ ഒക്കെ എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ബാക്കി ഫുള്ളിലും ഇല്ല, കാരണം ഇതിന് ഇനി കുറച്ച് മീൻ മേടിക്കാൻ പോകാനുണ്ട്. മഴയില്ലെങ്കിൽ ഇന്ന് തന്നെ പോയി മേടിക്കാം. അങ്ങനെയാണെങ്കിൽ മീൻ മേടിക്കാൻ പോകുന്ന വീഡിയോ ഇതിനകത്ത് കാണും. അല്ലെങ്കിൽ ദാ വീഡിയോ ഞാനിവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. കാരണം നമ്മൾ പഴയ ആ മീനിൻ്റെ പെട്ടിയൊക്കെ മാറ്റി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ ഇതുപോലെ സ്റ്റാൻഡിൻ്റെ മേലെ അടുക്കി നല്ല ക്ലിയറായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും ഇന്നത്തെ മീനിൻ്റെ ഈ റിനോവേഷൻ വീഡിയോസ് മീനിൻ്റെ കൂടിൻ്റെ റിനോവേഷൻ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അവിടെ മീനെ മേടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ മീനെ മേടിക്കാൻ പോകുന്ന വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ആൽബിനോ ഫുൾ റെഡിനെ വാങ്ങി മഴയും ഇതൊക്കെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇതിനകത്ത് വന്നതിന് ശേഷമാണ് ക്യാമറ എടുത്തത്. ഞങ്ങളെ മീനെയൊക്കെ മേടിച്ചത് ഒട്ടുക്കത്തെ മഴയാണ്. അതിപ്പോൾ 6 മണി ആയതേ ഉള്ളൂ. ഇതുണ്ടോ കറണ്ട്? അവള് ലൈറ്റ് ഓഫ് ആക്കി. എടി പോടി എണീച്ച്. ഇൻട്രോ എടുക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. രണ്ട് ചേച്ചികളുണ്ടായാലും ഇങ്ങനെ കുഴപ്പമാണ്.